സർക്കാരിനെതിരെ ആരോപണവുമായി വഖഫ് ബോർഡ് അംഗം ഉമർ ഫൈസി. വഖഫ് ബോർഡിനെതിരായ പരാതിക്ക് പിന്നിൽ സംസ്ഥാന സർക്കാരാണ്. ഹർജിക്കാരനും സർക്കാരും തമ്മിൽ ഒത്തുകളിക്കുന്നുവെന്നും ഉമർ ഫൈസി ആരോപിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കൂടിയായ വഖഫ് ബോർഡ് അംഗം ഉമർ ഫൈസി മുക്കമാണ് ഇപ്പോൾ ഈ വഖഫ് വിവാദത്തിൽ ഇപ്പോൾ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. സർക്കാരിനെ എന്നുള്ളതിലുപരിയായി മുസ്ലിം ലീഗ് ഇതിൽ കൂടുതൽ മറുപടി പറയേണ്ട സാഹചര്യം കൂടിയുണ്ട്. കാരണം വഖഫിന്റെ ചുമതല മുസ്ലിം ലീഗിനാണ്. BJP നേതാവ് ഷോൺ ജോർജാണ് ഇതുമായി ബന്ധപ്പെട്ട വഖഫ് ബോർഡിനെതിരെ കേന്ദ്ര വഖഫ് നിയമപ്രകാരമല്ല സംസ്ഥാന വഖഫ് ബോർഡ് രൂപീകരിച്ചതെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇന്ന് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വാദം നടക്കവേ സംസ്ഥാന സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ ഹർജിക്കാരൻ്റെ BJP നേതാവ് ഷോൺ ജോർജിൻ്റെ ഹർജിക്കാരൻ്റെ അഭിഭാഷകൻ അനുകൂലമായൊരു നിലപാടെടുത്തു എന്നുള്ളതാണ് ഉമർ ഫൈസി ഉന്നയിക്കുന്നത്. ഇത് ഈ ഹർജിക്കാരനും സർക്കാരും സംസ്ഥാന സർക്കാരും ഒത്തുകളിക്കുകയാണ്. ഈ ഹർജിക്ക് പിന്നിൽ തന്നെ ഈ പരാതിക്ക് പിന്നിൽ തന്നെ സംസ്ഥാന സർക്കാരാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആരോപണം അതീവ ഗൗരവത്തിലുള്ളതാണ്. പ്രത്യേകിച്ചും മുസ്ലിം ലീഗ് കേന്ദ്ര സർക്കാരിൻ്റെ വഖഫ് നിയമത്തിനെതിരെ പ്രത്യേകിച്ചും 2 അമുസ്ലിം അംഗങ്ങളെ ഈ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തണമെന്ന് എന്നതുൾപ്പെടെയുള്ള വകുപ്പുകളോടുകൂടി വന്ന കേന്ദ്ര വഖഫ് നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. മുസ്ലിം ലീഗ് അങ്ങനെ ആ ബോർഡ് അല്ലെങ്കിൽ ഈ കേന്ദ്ര നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഈ കേന്ദ്ര നിയമം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയെ അനുകൂലിച്ചുകൊണ്ട് കോടതിയിൽ നിലപാടെടുക്കുന്നത് എന്നുള്ളത് ഒരു വൈരുദ്ധ്യമാണ്. ഇതിൻ്റെ മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ കൂടുതൽ മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ്. ഏതായാലും ശക്തമായ വിമർശനം ഉമർ ഫൈസി ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നു. വിഭാഗീയമായിക്കൊണ്ട് തന്നെ മുസ്ലിങ്ങളെ എത്രത്തോളം ഉപദ്രവിക്കാൻ കഴിയോ അതൊക്കെ BJPയുടെ ഒരു അജണ്ടയാണല്ലോ. ആ അജണ്ടയ്ക്ക് സഹായമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നത് നമ്മുടെ കേരള സർക്കാരാണ് എന്നുള്ളത് അതിൽ നിന്ന് വായിച്ചെടുക്കാവുന്നതാണ്. INL നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ, നാഷണൽ ലീഗ് നേതാവ് NK അസീസ് ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ മുസ്ലിം സംഘടനകൾ ഈ വിഷയത്തിൽ സർക്കാർ നിലപാട് ഹൈക്കോടതിയിൽ സ്വീകരിച്ച നിലപാടിനെതിരെ രംഗത്ത് വരാനുള്ളൊരു സാധ്യതയുണ്ട്. പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോഴുള്ള വഖഫ് ബോർഡ് എന്നെ പിരിച്ചുവിടാനുള്ള ഒരു നീക്കം അല്ലെങ്കിൽ വഖഫ് ബോർഡിനെ ദുർബലപ്പെടുത്താനുള്ള ഒരു നീക്കം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ ചില രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് നിയമിതമായവരാണ് ഇപ്പോഴത്തെ വഖഫ് ബോർഡ്. വേണമെങ്കിൽ ഈ 2 അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണമെന്ന കേന്ദ്ര നിയമം നടപ്പാക്കാൻ 2 ആളുടെ പേര് ഒഴിച്ചിട്ടുകൊണ്ടാണ് കഴിഞ്ഞ സർക്കാർ ഇത്തരമൊരു തീരുമാനമെടുത്തത്. അത് അന്ന് കഴിഞ്ഞ സർക്കാർ പറഞ്ഞിരുന്നത് മുസ്ലിം ലീഗ് സുപ്രീം കോടതിയെ സമീപിച്ചതുകൊണ്ട് അങ്ങനെ സുപ്രീം കോടതിയിൽ ഈ കേസ് നിലനിൽക്കെ ഇത് ഞങ്ങൾ നിയമിക്കുന്നില്ല എന്നൊരു നിലപാടാണ് കഴിഞ്ഞ സർക്കാർ എടുത്തിരുന്നത്. പക്ഷെ വേണമെങ്കിൽ പുതിയ സംസ്ഥാന സർക്കാരിന് UDF സർക്കാരിന് ആ 2 പോസ്റ്റുകളിലേക്ക് പുതിയ നിയമനങ്ങൾ നടത്താവുന്നതാണ്. അതിന് പകരം ഈ രീതിയിൽ ബോർഡിനെ ദുർബലപ്പെടുത്തുന്ന തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഉമർ ഫൈസി ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്.